ഇതാണ് മക്കളെ നമ്മളെ കപ്പലിൻ്റെ എഞ്ചിൻ. മർച്ചന്റ് നേവിയിൽ പണിയെടുക്കാൻ എഞ്ചിൻ റൂമിൽ വരാൻ തയ്യാറായുള്ളവർ ഈ എഞ്ചിനൊക്കെ കാണും. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50,000 cc ഉള്ള ഒരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ഈ എഞ്ചിൻ്റെ പേരാണ് മെൻ BMW എഞ്ചിൻ. ഇതിന് ഒക്കെ 12 യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് വളരെ പവർഫുൾ എഞ്ചിനാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഇത് കണ്ടോളി. അപ്പോൾ ഇതൊക്കെ സ്പെയർ പാർട്സ് ആണ് അടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ. ഇതാണ് നമ്മുടെ ജനറേറ്റർ. ഇതാണ് എമർജൻസി ജനറേറ്റർ എന്ന് പറയുന്നത്. കപ്പലിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ ജനറേറ്റർ വെച്ചിട്ടാണ് നമുക്ക് ബാക്കപ്പ് കിട്ടുന്നത്. സോ ബ്ലാക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ ഇത് ക്യാപ്പപ്പ് എന്താണെന്ന് ചെയ്യുന്നാൽ ഇത് അടുത്ത കറണ്ട് നമുക്ക് പാസ് ചെയ്യും. ഓൾറെഡി നമ്മുടെ കൈമേൽ 4 ജനറേറ്റർ ഉണ്ടാവും. ഇത് ഹൈ വോൾട്ടേജ് ജനറേറ്റർ ആണ്. കാറ്റർപില്ലറിൻ്റെ 1800 RPM ഇതും അതേപോലെ തന്നെ ക്രോസ് എഞ്ചിനുമാണ് ഇത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് തരുന്ന കാറ്റർപില്ലറിൻ്റെ ഒരു സൂപ്പർ ജനറേറ്റർ ആണ് ഇത്. സോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആകും വിത്തിൻ 45 സെക്കൻഡിൽ. ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എയർ ബോട്ടിൽ സംവിധാനങ്ങൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഒരു 1.5 സൗണ്ടാണ് മക്കളെ. ഇത് കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം.